നമസ്കാരം. മതചിഹ്നങ്ങൾ പോലും യുദ്ധത്തിന്റെ ലക്ഷ്യമായി മാറുന്ന ഒരു ലോകത്തിലേക്കാണ് നാം എത്തിച്ചേരുന്നത്. ഇതിന്റെ ഏറ്റവും പുതിയ തെളിവായി മാറുകയാണ് ലെബനനിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. ഒരു ക്രിസ്തീയ പ്രതിമ സാധാരണയായി വിശ്വാസത്തിന്റെ, കരുണയുടെ, സമാധാനത്തിന്റെ പ്രതീകം. അത് തകർക്കപ്പെടുന്ന ഒരു ചിത്രം ലോകമെമ്പാടും പടർന്നപ്പോൾ അത് ഒരൊറ്റപ്പെട്ട സംഭവമാണോ അതോ ഒരു വലിയ രാഷ്ട്രീയ സന്ദേശത്തിന്റെ ഭാഗമാണോ എന്ന ചോദ്യം ഉയരുന്നു. ലെബനനിൽ യേശുക്രിസ്തുവിന്റെ പ്രതിമ തകർന്നതുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച ചിത്രത്തിലുള്ളത് ഇസ്രയേലി സൈനികൻ തന്നെ എന്ന് സ്ഥിരീകരിച്ച് IDF. കഴിഞ്ഞ ദിവസമാണ് ക്രിസ്തുവിന്റെ പ്രതിമ ഒരു ഇസ്രയേലി സൈനികൻ തകർക്കുന്നതിന്റെ ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചത്. ഇത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു. പ്രതിഷേധം രൂക്ഷമായതോടെ ചിത്രത്തിന്റെ ആധികാരികത പരിശോധിക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചിരുന്നു. പിന്നാലെയാണ് ലെബനനിൽ പ്രവർത്തിക്കുന്ന ഇസ്രയേലി സൈനികൻ തന്നെയാണ് ചിത്രത്തിലുള്ളതെന്ന് IDF സ്ഥിരീകരിച്ചത്. പ്രാഥമിക പരിശോധനയിൽ ലെബനനിൽ പ്രവർത്തിക്കുന്ന IDF സൈനികനാണ് ചിത്രത്തിലുള്ളതെന്ന് വ്യക്തമായി. ഈ സംഭവം IDF വളരെ ഗൗരവമായാണ് കാണുന്നത്. സൈനികന്റെ പെരുമാറ്റം സൈനികരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മൂല്യങ്ങൾക്ക് വിപരീതമാണ് എന്നാണ് IDF പ്രസ്താവനയിൽ അറിയിച്ചത്. ഈ സംഭവം നോർത്തേൺ കമാൻഡ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടെത്തലുകൾക്കനുസരിച്ച് സംഭവത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നും IDF വ്യക്തമാക്കി. കൂടാതെ പ്രതിമ അതിന്റെ സ്ഥാനത്ത് തന്നെ പുനഃസ്ഥാപിക്കുന്ന നടപടികളിലാണ് തങ്ങളുള്ളതെന്നും IDF കൂട്ടിച്ചേർത്തു. തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ള സ്ഥാപിച്ച തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇസ്രയേൽ സൈന്യം തകർക്കുന്നത്. എന്നാൽ മതപരമായ കെട്ടിടങ്ങളോ മതപരമായ ചിഹ്നങ്ങളോ ഉൾപ്പെടെയുള്ള പൊതുജന അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും IDFന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ഇസ്രയേൽ പ്രതിരോധ സേന തന്നെ ഈ സംഭവത്തിന്റെ സത്യാവസ്ഥ സ്ഥിരീകരിച്ച് അന്വേഷണം ആരംഭിച്ചതോടെ ഇത് വെറും സോഷ്യൽ മീഡിയ പ്രചരണമല്ല എന്ന് വ്യക്തമായി. ഒരു സൈനികൻ യേശുക്രിസ്തുവിന്റെ പ്രതിമ തകർക്കുന്ന ചിത്രം വ്യാപകമായ പ്രതിഷേധത്തിനും മതവിഭാഗങ്ങളുടെ വികാര വിഷമത്തിനും ഇടയാക്കി. എന്നാൽ ഇതിനെ ഒരു ഒറ്റപ്പെട്ട തെറ്റ് എന്ന രീതിയിൽ കാണാൻ പലരും തയ്യാറല്ല. കാരണം പശ്ചാത്തലത്തിൽ നടക്കുന്ന യുദ്ധവും രാഷ്ട്രീയ നീക്കങ്ങളും ഇതിനെ കൂടുതൽ ഗൗരവകരമാക്കുന്നു. ലെബനനിൽ നടക്കുന്ന യുദ്ധം ഒരു അതിർത്തി തർക്കം മാത്രമല്ല, ഇത് ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ വിപുലീകരണമാണ്. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ പലപ്പോഴും സാധാരണ ജനങ്ങളെയും മതസ്ഥാപനങ്ങളെയും ബാധിക്കുന്നുവെന്ന വിമർശനം ഇതിനു മുൻപും ഉയർന്നിട്ടുണ്ട്. 2026 യുദ്ധത്തിൽ തന്നെ ക്രിസ്ത്യൻ ഗ്രാമങ്ങളിലേക്കുള്ള ആക്രമണങ്ങൾ, ഒരു പുരോഹിതന്റെ മരണം എന്നിവ വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഇപ്പോൾ ഈ പ്രതിമ തകർത്ത സംഭവം ഇത് യുദ്ധത്തിന്റെ ആവേശത്തിൽ ഉണ്ടായ ഒരു നിയന്ത്രണം നഷ്ടപ്പെട്ട പ്രവൃത്തിയാണോ, അല്ലെങ്കിൽ കൂടുതൽ ആഴത്തിലുള്ള ഒരു സന്ദേശമാണോ? ചില നിരീക്ഷകർ പറയുന്നത് ഇത്തരം സംഭവങ്ങൾ യുദ്ധഭൂമിയിലെ മാനസിക യുദ്ധത്തിന്റെ ഭാഗമായിരിക്കാമെന്നാണ്. മതവികാരങ്ങളെ തൊട്ടാൽ സമൂഹങ്ങൾ കൂടുതൽ വേഗത്തിൽ വിഭജിക്കപ്പെടും. അത് രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കപ്പെടും. ഇവിടെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്ന നേതാവിനെ പങ്കിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുന്നത്. സുരക്ഷയുടെ പേരിൽ കടുത്ത സൈനിക നടപടികൾ സ്വീകരിക്കുന്ന അദ്ദേഹത്തിന്റെ നയം ഇതിനകം തന്നെ മേഖലയിൽ സംഘർഷം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സീസ് ഫയർ പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആക്രമണങ്ങൾ തുടരുന്നതായി ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ സമാധാനം ലക്ഷ്യമാണോ അല്ലെങ്കിൽ യുദ്ധം നീട്ടാനുള്ള രാഷ്ട്രീയ നീക്കമാണോ എന്ന സംശയം ശക്തമാവുകയാണ്. ഒരു പ്രതിമ തകർക്കുന്നത് ചെറിയ കാര്യമെന്ന് തോന്നാം, പക്ഷെ അത് മതവിഭാഗങ്ങൾക്കിടയിലെ വിശ്വാസം തകർക്കുന്ന ഒന്നായി മാറുമ്പോൾ അതിന്റെ ആഘാതം വലുതാണ്. പ്രത്യേകിച്ച് ലെബനൻ പോലുള്ള മതരാഷ്ട്രീയ സങ്കീർണതകൾ നിറഞ്ഞ രാജ്യത്തിൽ ഇത്തരം സംഭവങ്ങൾ പുതിയ സംഘർഷങ്ങൾക്ക് വഴിവെക്കാൻ സാധ്യതയുണ്ട്. ഇത് യാദൃച്ഛികമല്ല എന്നാണ് ചിലരുടെ വാദം. യുദ്ധം മാത്രം മതിയാകുന്നില്ല, മനസ്സുകളെയും തകർക്കുകയാണ് ലക്ഷ്യം. അത് ഭയപ്പെടുത്തലാകാം, പ്രചരണ തന്ത്രമാകാം, അല്ലെങ്കിൽ കൂടുതൽ വലിയ സംഘർഷത്തിനുള്ള വിത്താകാം. ലോകം വീണ്ടും ഒരു അപകടകരമായ വഴിത്തിരിവിലാണ്. നേതാക്കൾ സുരക്ഷയും ദേശീയതയും പറയുമ്പോൾ അവരുടെ തീരുമാനങ്ങൾ മനുഷ്യരാശിയെ കൂടുതൽ വിഭജിക്കുന്നുവോ എന്നത് പരിശോധിക്കേണ്ട സമയമാണ്. ഇന്നത്തെ ലോകത്തിൽ യുദ്ധം തോക്കുകൾ കൊണ്ട് മാത്രമല്ല നടക്കുന്നത്, അത് മനുഷ്യന്റെ വികാരങ്ങളിലൂടെയും നടക്കുന്നു. ആ യുദ്ധത്തിൽ തോൽക്കുന്നത് മനുഷ്യരാശിയാണ്.